السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. كلما ذكرك الذاكرون وغفل عن ذكرك الغافلون، وكلما أحبك المحبون وأبغضك المبغضون. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فيومئذ لا يسأل عن ذنبه إنس ولا جان، فبأي آلاء ربكما تكذبان. يعرف المجرمون بسيماهم فيؤخذ بالنواصي والأقدام. فبأي آلاء ربكما تكذبان. هذه جهنم التي يكذب بها المجرمون، يطوفون بينها وبين حميم آن. فبأي آلاء ربكما تكذبان. لا بشيء من نعمك ربنا نكذب فلك الحمد. إن تتلوها خيفة من حر نار لظى، أطفأت حر لظى من وردها الشبم. مولاي صل وسلم دائما أبدا على حبيبك خير
الخلق كلهم وعلى أمة سيدنا ومولانا محمد. ആദരണീയരായ ഉസ്താദുമാർ, നാട്ടിലെ കാരണവന്മാർ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരും സാധാരണക്കാരും അടങ്ങുന്ന സുഹൃത്തുക്കളും, ഈ വേദിയുടെ പരിസരത്തു നിന്ന് ഈ വേദിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാർ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അതിവിശാലമായ ഒരധ്യായത്തെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങിയിട്ട് ഇന്ന് 4-ാം ദിനമാണ്. അനുഗ്രഹങ്ങളുടെ പെരുമഴയായ സൂറത്തുർ റഹ്മാനിൽ കണക്കും കഴിയുമില്ലാതെ വഴിഞ്ഞൊഴുകുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹ പാരാവാരം നമ്മുടെ മുമ്പിൽ എടുത്തു കാണിക്കുന്ന രൂപത്തിൽ മറ്റു നാമങ്ങളെല്ലാം മാറ്റിവെച്ചു അർ-റഹ്മാൻ എന്ന് പറഞ്ഞു തുടങ്ങി. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും മനുഷ്യന് സൃഷ്ടികർമ്മം നൽകിയതും ആകാശത്തെ സൃഷ്ടിച്ചതും ഭൂമിയെ സൃഷ്ടിച്ചതും അതിൽ ജീവിക്കാൻ മനുഷ്യന് നിയമവ്യവസ്ഥകൾ സൃഷ്ടിച്ചതും ആ ഭൂമിയിൽ മനുഷ്യന് ആവശ്യമായതെല്ലാം അള്ളാഹു പടച്ചു തന്നതും എല്ലാം പറഞ്ഞ് ഭൂമിയിൽ വിവിധ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളുണ്ട്, തോട്ടങ്ങളുണ്ട്, കരയുണ്ട്, കടലുണ്ട്. രണ്ട് സ്ഥലത്തും നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിഭവങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാം പറഞ്ഞ് അള്ളാഹു ഓരോ അനുഗ്രഹങ്ങൾ പറയുമ്പോഴും അവൻ ചോദിച്ചുകൊണ്ടിരുന്നു, ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദിബാൻ, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറാവുന്നത്? ഓരോ വചനങ്ങളോടും നാം പ്രതികരിച്ചു പോന്നു, മനസ്സുകൊണ്ടും നാക്കുകൊണ്ടും നാം പ്രതികരിച്ചു പോന്നു. ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ്. ഞങ്ങളുടെ രക്ഷിതാവെ, എണ്ണിയാലൊടുങ്ങാത്ത നിന്റെ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. നിനക്കാണ് സർവ സ്തോത്രങ്ങളും. അങ്ങനെ ഇങ്ങ് കടന്നു വന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു തന്നു. ആ അനുഗ്രഹങ്ങളെല്ലാം കൈപ്പറ്റി നിങ്ങൾ ജീവിക്കുമ്പം കുറച്ചു കാലം ജീവിച്ചു മരിച്ചു, അതോടുകൂടി തീരുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കരുത്. ഈ അനുഗ്രഹദായകനായ തമ്പുരാനോട് നന്ദി കാണിച്ചോ നന്ദികേട് കാണിച്ചോ, ഇത് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടേണ്ട, ധിക്കരിച്ചവരെയും അനുസരിച്ചവരെയും നോക്കിയ, തന്നെ കൊഞ്ഞനം കുത്തിയവരെയും തന്നോട് ബഹുമാനം കാണിച്ചവരെയും നോക്കിയ ഈ ഭൂമിയിൽ വെച്ച് ആ നീതി നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നില്ല. അത് നാളെ പരലോകത്ത് റഹീം എന്ന രൂപത്തിൽ അള്ളാഹു പോസ്റ്റ് ചെയ്യുമ്പോഴാണ്. ആ ഒരു ടൈറ്റലിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയപ്പെടാൻ പോകുന്നത് പരലോകത്ത് വെച്ച്. അത് അനുഗ്രഹിച്ചവർക്ക് മാത്രം ഗുണം ചെയ്തുകൊണ്ട് അല്ലാഹു പരലോകത്ത് നമ്മുടെ മുമ്പിലെത്തുന്നു. ശരിക്ക് മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ. അതുകൊണ്ട് ആ പരലോകത്ത് ശിക്ഷയും രക്ഷയും ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞു തരേണ്ടതുണ്ട്. ഈ ലോകത്തിനൊരു അവസാനമുണ്ട്. ഓരോരുത്തർക്കും വൈയക്തികമായ ഖിയാമമുണ്ട്. കുല്ലുമൻ അലൈഹാ ഫാൻ എന്ന് പറഞ്ഞതിന്റെ ശേഷം ലോകത്തിനൊരു നാശമുണ്ടെന്ന് സമർത്ഥിച്ചതിന്റെ ശേഷം
ആ ലോകാവസാനത്തിന്റെ തുടക്കമായി ഉണ്ടാകുന്ന അലാമത്തുകളുടെ അതിഗൗരവമായ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഈ മരണത്തിൽ നിന്നും ഞാൻ താക്കീത് ചെയ്യുന്ന ശിക്ഷയിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ഒളിച്ചോടാൻ പറ്റുമെങ്കിൽ എന്റെ പിടുത്തത്തിൽ നിന്ന് നിങ്ങളൊന്ന് കുതറിയോടൂ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അള്ളാഹു ശക്തമായ രൂപത്തിൽ നമ്മെ താക്കീത് ചെയ്തു. നാം അതിനു മുമ്പിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. ഇനി അള്ളാഹു പറയുന്നത് സർവ്വലോകം അവസാനിച്ചു, ഇന്നലത്തോടുകൂടെ സർവ്വലോകനാശം സംഭവിക്കുകയാണ്. ഇനി ഇന്ന് കടന്നു വരുന്നത് ആ സർവ്വലോകനാശം സംഭവിച്ചാൽ പിന്നെ എന്താ? പിന്നെ പരലോകാണ്. ആ പരലോകത്തേക്ക് പുനരുത്ഥാനത്തിന് അള്ളാഹു തയ്യാറാവുകയാണ്. നമ്മളെയൊക്കെ രണ്ടാമത് പുനർജന്മം നമുക്കൊക്കെ നൽകുകയാണ്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കുക, മനുഷ്യൻ ചെയ്ത നന്മ തിന്മകളെ കുറിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൃത്യമായി ചോദ്യം ചെയ്യാൻ പോകുന്നു. എന്നാൽ നോക്കിക്കോ, അള്ളാഹ് പറയുന്നത് നിങ്ങൾ ചെയ്ത നന്മയും തിന്മയും എനിക്കറിയാം. സർവ്വലോകനാശം കഴിഞ്ഞ് ഈ ലോകം നശിപ്പിച്ചെങ്കിൽ അതിന് പിന്നിൽ രണ്ടാമത് നിങ്ങളെ ഒരു ഉയർത്തെഴുന്നേൽപ്പിക്കൽ അള്ളാഹുവിന് ലക്ഷ്യമുണ്ടാകും. അല്ലെങ്കിൽ നേരത്തെ തന്നെ നശിപ്പിക്കേണ്ടിയില്ലായിരുന്നു. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആ നാളിൽ നിങ്ങൾക്ക് ശിക്ഷാരക്ഷകൾ മുഖം നോക്കാതെ നൽകാൻ പോവുകയാണ്. അതിന് ഞങ്ങൾ ചെയ്ത നന്മകളും തിന്മകളും നിനക്ക് കറക്റ്റായി അറിയുമോ? അതേ, അള്ളാഹു പറയുന്നു, അറിയും. നിങ്ങളോടാരോടും എന്തൊക്കെയാ മോനെ നീ ചെയ്തത് എന്ന് ചോദിച്ച് നിങ്ങൾ തരുന്ന വിവരത്തിനനുസരിച്ച് പറയേണ്ടവനല്ല, അത് തീരുമാനിക്കേണ്ടവനല്ല ഞാൻ. ഫയൗമഇദിൻ ലാ യുസ്അലു അൻ ദംബിഹി ഇൻസുൻ വലാ ജാൻ. അന്ന് ആ ദിവസം പുനരുത്ഥാന നാളിൽ ലാ യുസ്അലു അൻ ദംബിഹി, അവന്റെ പാപത്തെ കുറിച്ച് ചോദിക്കപ്പെടുകയില്ല. ഇൻസുൻ വലാ ജാൻ, മനുഷ്യവർഗത്തോടോ ഭൂതവർഗത്തോടോ ജിന്നിനോടോ ഇൻസിനോടോ എന്താണ് നീ ചെയ്തത് എന്ന് ചോദിക്കേണ്ട ആവശ്യം അല്ലാഹുവിനില്ല. ഫയൗമഇദിൻ ലാ യുസ്അലു അൻ ദംബിഹി ഇൻസുൻ വലാ ജാൻ. ഇതാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആദിയാത്തിൽ അല്ലാഹ് പറഞ്ഞത്. അഫലാ യഅലമു ഇദാ ബുഇസിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫി സുദൂർ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. ഖബറുകളിലുള്ളത് പുറത്തേക്കെടുത്താൽ, വഹുസ്സില മാ ഫി സുദൂർ, നിങ്ങളുടെ നെഞ്ചകത്തുള്ള സംസ്കാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ പുറത്തു കൊണ്ടുവന്ന് പടച്ച തമ്പുരാൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് വിചാരണ ചെയ്യാൻ നിൽക്കുമ്പോൾ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ, അന്ന് നിങ്ങളുടെ രക്ഷിതാവിന് നബിയേ അവരെ കുറിച്ച് അതാ നന്നായി പറയാൻ കഴിയുന്നവനാണ്. ലഖബീർ, അവരുടെ രഹസ്യങ്ങൾ അറിയുന്നവനാണ് പടച്ച തമ്പുരാൻ. അതൊരാൾ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട. ഇത് പറയുമ്പോൾ ഇവിടെ സ്വാഭാവികമായും ഒരു സംശയം വരും. സൂറത്തുർ റഹ്മാനിലെ ഈ ആയത്ത് സ്വാഭാവികമായി ഒരു സംശയമുണ്ടാക്കുന്ന ആയത്താ. ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പറഞ്ഞ ആളുകൾ കണ്ടെത്തിയ ഒരു സ്ഥലമാണിത്. ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ. നബിയേ നിങ്ങളുടെ രക്ഷിതാവ് സാക്ഷി, ലനസ്അലന്നഹും അജ്മഈൻ, ഈ മനുഷ്യരെയൊക്കെയും നമ്മൾ നിർത്തിപ്പൊരിക്കും. അവരോടവർ ചെയ്ത ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്തിട്ടേ പോകൂ. കണ്ടാ, ചോദ്യം ചെയ്യുമെന്ന് അള്ളാഹു സൂറത്തുൽ ഹിജ്റിന്റെ 92-ാം വചനത്തിൽ പറയുന്നു. സൂറത്തു സാഫാത്തിൽ അതാ പുനരുത്ഥാനം കഴിഞ്ഞ് ജനങ്ങൾ പോകുമ്പോൾ മലക്കുകളോടല്ല പറയുന്നു, വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, നിൽക്കാൻ പറയണം അവരോട്, അവരെ അവിടെ തടഞ്ഞിടൂ, അവരെ അവിടെ തടഞ്ഞു നിർത്തൂ. ഇന്നഹും മസ്ഊലൂൻ, അവരെയൊക്കെ ചോദ്യം ചെയ്യപ്പെടാനുണ്ട്, ഹിസാബ് കഴിയാതെ പോകാൻ പറ്റൂല. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ.
സൂറത്തു തകാസുറിൽ അവസാന വാക്ക് നമുക്കൊക്കെ അറിയാമല്ലോ, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അന്ന് ഈ ഭൂമി ലോകത്ത് നിങ്ങൾ ആസ്വദിച്ചു പോയ സർവ്വവിധ ആഡംബരങ്ങളെ കുറിച്ചും നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. 3 സ്ഥലത്ത്, വേറെയും സ്ഥലങ്ങളിൽ അല്ലാഹു പറയുന്നു നിങ്ങളെ ചോദ്യം ചെയ്യും. സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞതോ ഫയൗമഇദിൻ ലാ യുസ്അലു അൻ ദംബിഹി ഇൻസും വലാ ജാൻ. ഇൻസിനെയോ ജിന്നിനെയോ അന്ന് ചോദ്യം ചെയ്യപ്പെടുകയില്ല. ഇത് രണ്ടും വൈരുദ്ധ്യമല്ലേ എന്ന് ചോദിച്ചവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഷയങ്ങള് അതിന്റെ വീക്ഷണ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവർക്ക് ഈ അബദ്ധം പിടഞ്ഞത്. റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഹെഡ് ഓഫ് മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ ഹെഡായ തലവനായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മഹാനവർകളോട് ചോദിച്ചു, അല്ലാഹു ഖുർആനിൽ കുറെ സ്ഥലത്ത് ജനങ്ങളെ ചോദ്യം ചെയ്യുമെന്ന് പറയുമ്പോ സൂറത്തുർ റഹ്മാനിൽ ചോദ്യം ചെയ്യൂല എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവിടെ നിന്നാണ് മഹാനവർകൾ പറയുന്നത്, ഖാല ലാ യസ്അലുഹും ഹൽ അമിൽതും കദാ വകദാ. നീ കള്ളു കുടിച്ചോ? നിങ്ങൾ വ്യഭിചരിച്ചിരുന്നോ? നിങ്ങൾ നിസ്കാരം ഉപേക്ഷിച്ചിരുന്നോ? നിങ്ങൾ കൂത്താടി ജീവിച്ചിരുന്നോ? ലാ യസ്അലുഹും, അല്ലാഹ് അവരോടങ്ങനെ ചോദിക്കൂല. നിങ്ങൾ ഇന്നതും ഒക്കെ ചെയ്തോ എന്ന് ചോദിക്കുന്ന ശൈലി അല്ലാഹുവിനില്ല. പിന്നെ എന്താണ് അല്ലാഹു ചെയ്തോ എന്നല്ല. കാരണം ലി അന്നഹു അഅലമു ബിദാലിക്, കാരണം അവരെക്കാൾ അവർ ചെയ്ത വിഷയം അറിയുന്നവനാണല്ലോ പടച്ച തമ്പുരാൻ. അതുകൊണ്ട് അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചോദിക്കുമെന്ന് പറഞ്ഞതോ വലാകിൻ യസ്അൽ, എങ്കിലും അല്ലാഹു ചോദിക്കുക, ലിമ അമിൽതും കദാ വകദാ, എന്തിനാടോ നീ കള്ളുകുടിച്ചത്, എന്തിനാടോ നീ വ്യഭിചരിച്ചത്? അങ്ങനെയാ ചോദിക്ക. വ്യഭിചരിച്ചോ എന്ന് ചോദിക്കുകയല്ല, കള്ളു കുടിച്ചോ എന്ന് ചോദിക്കുകയല്ല, അറിയാത്ത കാര്യം ചോദിച്ചു പഠിക്കുകയല്ല അല്ലാഹു. നീ കള്ളു കുടിച്ചല്ലേ, നീ വ്യഭിചരിച്ചല്ലേ, നീ അന്യപ്പെണ്ണിന്റെ മുഖത്തു നോക്കിയല്ലേ, നീ അശ്ലീല ഗാനങ്ങൾ ആസ്വദിച്ച് ജീവിതം മുഴുവൻ തുലച്ചു കളഞ്ഞുവല്ലേ, നിസ്കാരങ്ങൾ ഉപേക്ഷിച്ചുവല്ലേ, അങ്ങനെയാണ് അല്ലാഹു ചോദിക്കുന്നത്. എന്തിനു നീ ഇതൊക്കെ ചെയ്തു? അതാണ് നേരത്തെ പറഞ്ഞതും, ഇന്ന റബ്ബഹും ബിഹിം യൗമൈദിൻ ലഖബീർ. റബ്ബിന് അവരോട് ചോദിച്ചിട്ട് വേണ്ട. പിന്നെ എന്തുകൊണ്ട് അവരോട് ഇങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യം? അതാ മനുഷ്യന് ബോധ്യപ്പെടുത്തിയിട്ട് ശിക്ഷിക്കാനാണ്. റബ്ബ് നീതിമാനായതുകൊണ്ടാണ്. കണ്ടോ, നമ്മളൊക്കെ എന്താ ചെയ്തത് എന്ന് പടച്ചോന് ശരിക്കറിയും, ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിടിച്ച് നരകത്തിലിട്ട് ഇങ്ങനെ പൊരിച്ചാൽ മതി. പക്ഷെ എന്താ അള്ളാഹു നരകത്തിലേക്ക് ചോദ്യം ചെയ്യാതെ എറിയാത്തത് എന്തുകൊണ്ടാ? അങ്ങോട്ട് ബോധ്യപ്പെടട്ടെ എന്ന് കരുതിയാ. എനിക്ക് ബോധ്യപ്പെടണം ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ് ഞാൻ ശിക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ബോധ്യപ്പെട്ടിട്ട് എന്നെ കൊണ്ടുപോകൂ. അത് സൂറത്തു യാസീനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്. സൂറത്തു യാസീനിൽ ആ സംഭവം കാണാം. അവിടെയാണ് കൈകാലുകളൊക്കെ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ രൂപത്തിലൊക്കെ കടന്നു വരണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരലോകം ഖുർആനിൽ എന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ പറയാം. കാരണം ഇവിടെ ഇന്ന് കുറ്റവാളികളുടെ സങ്കേതം നരകം, ആ നരകത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് പറയാനാ ഉദ്ദേശിക്കുന്നത്. ഹിസാബിനെ കുറിച്ചൊക്കെ കൂടുതൽ ചർച്ച ചെയ്യുമ്പോഴേക്ക് നമുക്ക് സമയം വൈകിപ്പോകും. അപ്പൊ അല്ലാഹു പറയുന്നു, അന്നേ ദിവസം ജനങ്ങളെ നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളും വ്യക്തമായി എനിക്കറിയാം. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങളെ പിടികൂടാൻ തയ്യാറായി നിൽക്കുകയാണ് ഞാൻ. അതാ നേരത്തെ പറഞ്ഞത്, സനഫുറുഹു ലക്കും അയ്യുഹസ് സഖലാൻ. ഓ ജിന്നീൻ സ്വർഗമേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞിരിക്കും. അന്ന് നിങ്ങളെ ശിക്ഷിക്കാനും രക്ഷിക്കാനും വേണ്ടി ഒഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നമ്മുടെ അത്തരം താക്കീതുകൾ നമ്മുടെ ഹൃദയത്തിൽ നന്നായി തട്ടണം. എന്നിട്ടല്ല പറയുന്നു, ഇത്രയും വിവരം എനിക്ക്, ഇത്രയും നിങ്ങളെക്കുറിച്ച് വിശദമായ വിവരം എനിക്കുണ്ട്. നിങ്ങളെ ഓരോ അനക്കവും അടക്കവും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. എനിക്കറിയാം. കിതാബുകളുടെ ആവശ്യം പോലുമില്ല. അതൊക്കെ നമ്മെ ബോധ്യപ്പെടുത്താനാണ്. എനിക്കിതെല്ലാം അറിയാം. ഞാനിതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. എന്റെ വിവരത്തിൽ നിന്നൊന്നും പുറത്തു പോകില്ല എന്നൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞു തന്നത് എത്ര വലിയ അനുഗ്രഹമാണ്.
അത് പറയാതെ ഒരു സുപ്രഭാതത്തിൽ നിന്നെ കുടുക്കിയിരുന്നെങ്കിൽ നീ ചോദിച്ചേക്കാം, പടച്ചോനെ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ദുനിയാവിൽ ഒരു ചെറിയ സൂചന, ഒരു സിഗ്നൽ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ നിസ്കരിച്ചിരുന്നല്ലോ, ഞാൻ നോമ്പ് നോറ്റിരുന്നല്ലോ, ഞാൻ ഖുർആൻ ഓതിയിരുന്നല്ലോ. അത് പറയരുതല്ലോ. അതുകൊണ്ടാണ് ഇന്ന് ഇത് പറഞ്ഞു തരാൻ കാരണം. അതുകൊണ്ട് ഫബി അയ്യി അലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ല, ചോദിക്കട്ടെ, നിന്റെ രക്ഷിതാവിന്റെ ഏതേത് അനുഗ്രഹങ്ങളെ കൊണ്ടാണ് നീ നിഷേധിക്കാൻ തയ്യാറുള്ളത്? ഇതൊക്കെ ശരിക്കും നമ്മുടെ തലക്കു പിടിക്കേണ്ടതുണ്ട്. ഇത് കേട്ടു നമ്മൾ നന്നാവേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നു, എന്താണ് അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല, കുറ്റവാളികളോട് എന്ന് പറയാൻ കാരണം അള്ളാഹുവിനെല്ലാം അറിയാം. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരെല്ലാം ഞങ്ങൾ കുറ്റവാളികളാണെന്ന തിരിച്ചറിയൽ കാർഡുമായിട്ടാണ് അവർ പരലോകത്തേക്ക് വരുന്നത്. പലതരത്തിലുള്ള ഐഡന്റിറ്റി കാർഡുകൾ, തിരിച്ചറിയൽ കാർഡുകൾ അവരുടെ മുഖത്തും അവരുടെ ശരീരത്തിലും ഒക്കെ അള്ളാഹു ഘടിപ്പിച്ചിട്ടുണ്ട്. യുറഫുൽ മുജ്രിമൂന ബിസിമാഹും. കുറ്റവാളികളെ അവരുടെ അടയാളങ്ങളെ കൊണ്ട് തിരിച്ചറിയുന്ന നാളാണത്. യുറഫുൽ മുജ്രിമൂന ബിസിമാഹും. കുറ്റവാളികളെ അവരുടെ അടയാളങ്ങളെ കൊണ്ട് തിരിച്ചറിയും. ശരിക്കും ഓർക്കണം ആ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം. യുറഫുൽ മുജ്രിമൂന ബിസിമാഹും. കുറ്റവാളികളെ അവർക്കുള്ള അടയാളങ്ങളെ കൊണ്ട് തിരിച്ചറിയും. ഫയുഖദു ബിന്നവാസി വൽ അഖ്ദാം. അതുകൊണ്ട് തന്നെ അവരെ അതാ അനന്തരം ഫയുഖദു ബിന്നവാസി വൽ അഖ്ദാം. അവരുടെ മൂർധാവും അതുപോലെ തന്നെ അവരുടെ കുടുമയും അവരുടെ കാൽപാദവും കൂടെ കൂട്ടിയിട്ടൊരു പിടുത്തമാണ്. അങ്ങനെ പിടിച്ചിട്ട് നരകത്തിലേക്ക് അങ്ങോട്ട് എറിയും. ഫയുഖദു ബിന്നവാസി വൽ അഖ്ദാം. ഇത് ഉട്ടോപ്പിയല്ല. നല്ലോണം മനസ്സിലാക്കിക്കോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. ഈ കേൾക്കുന്നത് നിങ്ങൾ സീരിയൽ കാണുമ്പോ അതിലുള്ള ഒരു എപ്പിസോഡിന്റെ ഭാഗമായി കണക്ക് കൂട്ടണ്ട. നല്ലോണം ഓർത്തോ. ഇന്നങ്ങ് കണ്ണു ചിമ്മിയാൽ നാളെ ഒരു ദിവസം നമ്മൾ കണ്ണു തുറക്കും. കണ്ണു തുറക്കുമ്പോ എനിക്കും നിങ്ങൾക്കും ഒക്കെ വരേണ്ട പച്ചയായ യാഥാർത്ഥ്യം അള്ളാഹു അതാ വളച്ചു കെട്ടില്ലാതെ നേരെ ചൊവ്വേ എന്നെയും നിങ്ങളെയും അറിയിച്ചിരിക്കുകയാണ്. ഫയുഖദു ബിന്നവാസി വൽ അഖ്ദാം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇത്രയും ഗൗരവമുള്ള ശിക്ഷയൊക്കെ വരാനുണ്ട്. നിങ്ങളെ പിടികൂടുമെന്ന മുന്നറിയിപ്പ് നൽകിയ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുള്ളത്? ഇവിടെ ഇനി ചിന്തിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി പറഞ്ഞതിന്റെ ആശയം യുറഫുൽ മുജ്രിമൂന ബിസിമാഹും. കുറ്റവാളികളെ അവരുടെ അടയാളങ്ങളെ കൊണ്ട് തിരിച്ചറിയുമെന്ന് പറഞ്ഞല്ലോ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അവരുടെ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അയ്യുറഫൂന ബിസവാദിൽ വുജൂഹി വസർഖത്തിൽ ഉയൂനി വമിനൽ കആബതി വൽ ഹുസ്നി. ബഹുമാനപ്പെട്ട ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവരുടെ മുഖത്ത് കാണുന്ന കരുവാളിപ്പ് കണ്ടാൽ മനസ്സിലാക്കാം ആള് കുറ്റവാളിയാണ്. കണ്ടോ, അവന്റെ മുഖത്ത് നിഴലിച്ച് നിൽക്കുന്ന ടെൻഷന്റെ കാർമേഘം കണ്ടാൽ മനസ്സിലാക്കാം. അവന്റെ കണ്ണിന്റെ നീലിമ കണ്ടാൽ മനസ്സിലാക്കാം ആള് കുറ്റവാളിയാണെന്ന്. ഇതൊക്കെ ഇവർ കൊട്ടക്കണക്കിന് പറയുകയാണോ? അല്ല, ഇതെല്ലാം വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയ സംഗതികളാണ്. നോക്കിക്കോളൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയ സംഗതികളാണെന്ന് പറയാൻ കാരണം, ഒന്ന്, മുഖത്ത് ചൂട് വെച്ച് പൊള്ളിച്ചിട്ടുണ്ടാകും. ഖുർആൻ പറയുന്നു, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ജിബാഹും. സമ്പത്തിന്റെ നിർബന്ധദാനം വീട്ടാതെ, സകാത്ത് കൊടുക്കാതെ, സ്വർണവും വെള്ളിയും പൂത്തി വെക്കുന്നവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞതാണ്. ആ സ്വർണമെടുത്ത് ആ വെള്ളിയെടുത്ത് അവരുടെ മുഖത്ത് അള്ളാഹു അത് ചൂടാക്കിയിട്ട്, നന്നായി ചൂടാക്കിയിട്ട് അവരുടെ മുഖത്ത് വെച്ച് അങ്ങനെ പൊള്ളിച്ചെടുക്കും. അങ്ങനെയാണ് അവർ പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കുന്നത്. നരകത്തിലെത്തുന്നതിന്റെ മുമ്പ് ഇങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുന്നതെങ്കിൽ ആലോചിക്കുക. മുഖത്ത് നോക്കിയാൽ അങ്ങിങ്ങായി,
അതാ ചട്ടകം കൊണ്ട് പൊള്ളിച്ചതുപോലെയുള്ള പാടുകൾ കാണും. യുഅറഫുൽ മുജ്രിമൂന ബിസിമാഹും. ഇനി മുഖത്തിന്റെ കറുപ്പ് മറ്റൊരു ലക്ഷണമാണ്. അല്ലാഹ് പറയുന്നു ഫഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹുഹും. ആലു ഇംറാൻ 106. ഫഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹുഹും. അവിടെ മുഖം കറുത്ത ഒരു ടീമുണ്ട്. അവര് സൂറത്തു സുമറിന്റെ 60-ാം വചനം ഉജൂഹുഹും മുസ്വദ്ദ. അന്ന് കുറ്റവാളികളുടെ മുഖം കറുത്തിരുണ്ട മുഖമായിരിക്കും. അപ്പൊ കുറ്റവാളികളുടെ മുഖത്തേക്ക് അങ്ങ് നോക്കിയാൽ അറിയാം, ഇവിടെ തക്കാളിക്കായ പോലെ ചുവന്നിട്ടായിരിക്കാം അവന്റെ മുഖം. പക്ഷേ കുറ്റവാളിയാണോ? തോന്നിവാസങ്ങളും അശ്ലീലങ്ങളും ഇഷ്ടം പോലെ ചെയ്ത് നടന്ന പുരുഷനാണോ സ്ത്രീയാണോ? ശരിക്കോർത്തോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, കരുതിക്കോ. അവിടെ കറുകർന്നനെ കറുത്തു വരുമ്പോ ചോദ്യം പോലും ചെയ്യേണ്ടതില്ല. കുറ്റവാളികളുടെ മാർഗത്തിലേക്ക് നമ്മളെ തള്ളിവിടാൻ നിങ്ങളുടെ മുഖങ്ങള് അത് കറുത്തിരുണ്ട അവസ്ഥയിലാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. ഇനി നോക്ക്, നിങ്ങൾ അഴുക്കും മ്ലാനതയും തളം കെട്ടി നിൽക്കും കുറ്റവാളികളുടെ മുഖത്ത്. അഴുക്കും മ്ലാനതയും തളം കെട്ടി നിൽക്കും. കുറ്റവാളികൾ അങ്ങനെ കണ്ടാൽ ആകെ ഒരു ഉഷാറുണ്ടാവില്ല. പൊടി പുരണ്ട് എന്തോ ടെൻഷന്റെ കാർമേഘങ്ങൾ ഇങ്ങനെ മൂടി നിൽക്കുന്നത് പോലെ തോന്നും. എവിടെയാ പറഞ്ഞത്? അള്ളാഹു അത് പറയുന്നു സൂറത്തു അബസയിൽ. സൂറത്തു അബസിൽ അള്ളാഹു ഇത് പറയുന്നത് കാണാം. ഉജൂഹു യൗമൈദിൻ അലൈഹാ ഗബറ തർഹഖുഹാ ഖതറാ. അന്ന് ചില മുഖങ്ങൾ അത് പൊടിപാറി അഴുക്ക് പിടിച്ച മുഖങ്ങളെ പോലെ ഇരിക്കും. അലൈഹാ ഗബറ തർഹഖുഹാ ഖതറാ. ദുഃഖവും ടെൻഷനും ഒരു കരുവാളിപ്പ് അവരുടെ മുഖത്തെ ആവരണം ചെയ്തു നിൽക്കും. ഉജൂഹു യൗമൈദിൻ അലൈഹാ ഗബറ തർഹഖുഹാ ഖതറാ. ഇനി അല്ലാഹു സൂറത്തുൽ ഖിയാമയിൽ പറയുന്നത് നോക്കിക്കോ. കുറ്റവാളികളുടെ മുഖങ്ങള് ഒട്ടിച്ചുളിഞ്ഞ മുഖങ്ങളായിരിക്കും, ചുളുങ്ങി നിൽക്കുന്ന മുഖങ്ങളായിരിക്കും. നല്ല ജനങ്ങളുടേതോ അത് കാണാൻ തന്നെ എത്ര പ്രസന്നമായിരിക്കും. നല്ല ഓമനത്വം തുളുമ്പുന്ന മുഖങ്ങള്. മുസ്തബ്ശിറ. അന്ന് ചില മുഖങ്ങൾ സന്തോഷം തുളുമ്പുന്ന മുഖങ്ങളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ രൂപത്തിൽ തന്നെ രേഖപ്പെടുത്തിയത് കാണാം. വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞു, ഖിയാമയിൽ അല്ലാഹ് പറഞ്ഞത് അന്ന് ചില മുഖങ്ങൾ നാളിറത്തുൻ, അത് പ്രസന്നമായ മുഖങ്ങളാണ്. തഅരിഫു ഫീ വുജൂഹിഹിം നദ്റതൻ നഈം. വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു സ്ഥലത്ത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്തുൽ മുത്തഫിഫീനയിലായിരിക്കും. തഅരിഫു ഫീ വുജൂഹിഹിം നദ്റതൻ നഈം. അവരന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന, അവരുടെ മനസ്സിൽ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖത്തിന്റെ ആ പ്രഭ അവരുടെ മുഖത്ത് നബിയെ നിങ്ങൾക്ക് കാണാം. നല്ല ജനങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സന്തോഷത്തോടെ മിനുമിനുത്ത മുഖമായിരിക്കും. ഉജൂഹു യൗമൈദിൻ നാഇമ. അന്ന് ചില മുഖങ്ങൾ നാഇമ, നല്ല നുഊമത്തുള്ള മിനുസമുള്ള മുഖങ്ങളാണ്. കണ്ടാൽ തന്നെ അങ്ങനെയില്ലേ? നമ്മൾ പല ആളുകളെയും കാണുമ്പോൾ പറയും, മുഖത്തേക്ക് അങ്ങ് നോക്കിയിട്ടും ഇപ്പോൾ നല്ല സുഖമാണെന്നാണല്ലോ തോന്നുന്നത്. മുഖം അങ്ങനെ വടിവൊത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ലെങ്കിൽ, നല്ലോണം തടിച്ചുഷാറായി ഭംഗി കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളും പറയാറുണ്ട്, നാളെ പരലോകത്ത് സജ്ജനങ്ങൾ വരുന്നത് ഇങ്ങനെയാണ്. എന്നാ കേട്ടോ, നാളെ പരലോകത്ത് ദുർജനങ്ങൾ വരുന്ന ദിവസത്തിൽ അവരുടെ അവസ്ഥ ഉജൂഹു യൗമൈദിൻ നാളിറ. അന്ന് ചില മുഖങ്ങള് നല്ല പ്രസന്നമായ മുഖങ്ങളാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നു ഇലാ റബ്ബിഹാ നാദിറ. അവരുടെ റബ്ബിനെങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കാൻ, അള്ളാഹുവിനെ കണ്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന മുഖങ്ങള്. അതേസമയം വേറെ ഒരു മുഖം വവുജൂഹു യൗമൈദിൻ ബാസിറ. അന്ന് ചില മുഖങ്ങൾ ചുളുങ്ങിയ മുഖങ്ങളാണ്. ബാസിറത്തുൻ, ചുളുങ്ങിയ മുഖങ്ങളാണ്. വവുജൂഹു യൗമൈദിൻ ബാസിറ. അന്ന് ചില മുഖങ്ങൾ ചുളുങ്ങിയ മുഖങ്ങളാണ്. അല്ലാഹു സൂറത്തുർ റഹ്മാനിൽ പറയുന്നു യുറഫുൽ മുജ്രിമൂന ബിസിമാഹും. അതിൽപ്പെട്ട ഒരു ലക്ഷണമാണ് ഈ ചുളുങ്ങിയ മുഖം എന്ന് പറഞ്ഞത്. ഇനി അഞ്ചാമത്തെ കാര്യം, അഞ്ചാമത്തെ അടയാളം, വേറെ ഒരു അടയാളം നമുക്കെണ്ണാം. തല നേരെ പൊക്കി നിൽക്കില്ല. പിന്നെയോ മാനക്കേട് കൊണ്ട് തല താഴ്ത്തി പിടിച്ചാ നിൽക്കുക കുറ്റവാളികൾ. ഇവിടെ കണ്ടിട്ടില്ലേ നിങ്ങൾ?
മോഷണ സംഘം പിടികൂടുമ്പോ പത്രത്തിൽ ഫോട്ടോ വരുന്നത് കണ്ടിട്ടില്ലേ? അവർ തല ഇങ്ങനെ താഴ്ത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാം, തല കെട്ടിയതായും മുഖം മറച്ചതായിട്ടുമൊക്കെ കാണാം. എന്നാൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴുണ്ട് ഒരു ടീം ഉഷാറായിട്ട് നീണ്ടു നിവർന്ന് നിൽക്കും. ഉളുപ്പ് അള്ളാഹു കൊടുക്കാഞ്ഞാൽ ഒരു നിർവാഹമില്ലല്ലോ, അത് വേറെ ഒരു ടീം. ഏതാവട്ടെ, നാളെ പരലോകത്ത് തല താഴ്ത്തി പിടിക്കാത്ത ഏതെങ്കിലും കുറ്റവാളിയുണ്ടോ? ഇല്ല. അന്ന് ചില മുഖങ്ങൾ തല താഴ്ത്തി പിടിച്ച മുഖങ്ങളാണ്. യുറഫുൽ മുജ്രിമൂന ബിസിമാഹും. കണ്ടോ നിങ്ങൾ, തലയുടെ പിടുത്തം കണ്ടാൽ അറിയാം. മൂമിനീങ്ങൾ നേരെ സ്റ്റേണായിട്ട് നിൽക്കും. മൂമിനീങ്ങൾ ഒരു വിഷമവും അവർക്കില്ല. അവര് പതുങ്ങിയോ പളുങ്ങിയോ നിൽക്കുന്നവരല്ല. കാരണം അവർ നേരത്തെ വിശ്വസിച്ചതൊക്കെ അവർ കൺമുമ്പിൽ കണ്ടുപോയി. അവർക്ക് സന്തോഷമാണ്. ഹദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇതൊക്കെ നമ്മളോട് അല്ലാഹു നേരത്തെ വാഗ്ദാനം ചെയ്തതല്ലേ. വസദഖൽ മുർസലൂൻ. ആ വിവരം നമുക്ക് പറഞ്ഞു തന്ന പ്രവാചകന്മാര് പറഞ്ഞത് എത്ര ശരിയായിരുന്നു. അത് നമ്മൾ അംഗീകരിച്ചതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടില്ലേ. മൂമിനീങ്ങൾ പറയും അതേ വാക്ക് തന്നെ ഉയർത്തെഴുന്നേൽപ്പു നാളില് കാഫിറുകളും പറയും. അവര് പറയുക വേറെ ഒരു വീക്ഷണത്തിലാണ്. എടാന്ന് വഅദ് കേൾക്കുമ്പോൾ നമ്മൾ കൊഞ്ഞനം കുത്തി. നേരം വെളുക്കാത്ത മുസ്ലിയാര് പരലോകത്തെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു അല്ലേ? അള്ളാഹു ഖുർആനിൽ പറയുന്നതാണ്. എന്ത് അള്ളാഹ്, എന്ത് ഖുർആൻ, എന്ത് ഹബീബ്, എന്ത് ഹദീസ്, അതൊന്നും കേൾക്കേണ്ടിയില്ലായിരുന്നു. എടാന്ന് പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. അള്ളാഹ് പറഞ്ഞ വാഗ്ദാനമൊക്കെ ശരിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതെല്ലാം പുലർന്നിരിക്കുന്നു. എപ്പോഴാ ഇത് പറയുന്നത്? പുനരുത്ഥാനം കഴിഞ്ഞ് എഴുന്നേറ്റു നിൽക്കുമ്പം നുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇവിടെ മനുഷ്യനുള്ള ആകെ വിശ്വാസക്കേട് പുനരുത്ഥാനം ഉണ്ടോന്നാ. പുനരുത്ഥാനം ഉണ്ട് എന്ന് കേട്ടാൽ ഇവിടുത്തെ എല്ലാ യുക്തിവാദികളും നന്നാകുമായിരുന്നു. ഇവിടെ എല്ലാവരും നിഷേധിക്കുന്നത് പുനരുത്ഥാനത്തെയാണ്. മൂമിനീങ്ങളും അമല് ചെയ്യാത്തത് പുനരുത്ഥാനം വേണ്ടതുപോലെ വിശ്വാസമാക്കാനായിട്ടാണ്. ഞാൻ അങ്ങനെയാ പറയുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുമല്ലോ. ശരിക്ക് തലയെ കയറിയിട്ടുണ്ടെങ്കിൽ ചെയ്യും. അപ്പൊ നമ്മളത് വിശ്വസിക്കുന്നുണ്ട് എന്ന് ബഡായി പറയാം. ശരിക്കത് തലയ്ക്ക് പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ കാര്യങ്ങളിൽ എപ്പോഴോ ഒരു ചെറിയ വീഴ്ച വരുന്നു എന്നല്ല, വീഴ്ചയെ നമ്മുടെ അടുത്ത് വരുന്നുള്ളൂ. അപ്പൊ പിന്നെ എന്ത് വിശ്വാസം ഉണ്ട് എന്നാ പറയുന്നത്? വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ ഇവിടുത്തെ യുക്തിവാദികളും അതുപോലെ തന്നെ നിരീശ്വരവാദികളും ഇവരൊക്കെ യഥാർത്ഥത്തിൽ യുക്തിവാദ പ്രസ്ഥാനങ്ങൾ പറയുന്നത് പരലോകം എന്ന ഒരു സംഗതിയില്ല എന്നാ. മരിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമതൊരു ഹയാത്തോ അത് നമുക്ക് ഓർക്കാൻ വയ്യ. കാരണം അവര് പഠിച്ച നിയമം അനുസരിച്ച് അത് ഉണ്ടായിക്കൂടാ. അതാ അവരുടെ കണക്ക്. നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ കാര്യം നന്നായി ഉത്ബോധിപ്പിച്ചു പോയിട്ടുണ്ട്. എവിടെയാ പറഞ്ഞതെന്നറിയോ? സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു പറയുന്നു, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമാ. അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ ധരിക്കുന്നുണ്ടോ, മനുഷ്യന് ധാരണയുണ്ടോ? ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. ഈ നിമിഷം തന്നെ തിരുത്തണം. അയഹ്സബുൽ ഇൻസാൻ അല്ലൻ നജ്മഅ ഇളാമാ, അവന്റെ എല്ലുകളെ, അവന്റെ അസ്ഥികൂടങ്ങളെ, അവന്റെ അവയവങ്ങളെ രണ്ടാമത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാൻ, നമുക്കത് ഓരോന്നും ചേർക്കേണ്ടതിനോട് ചേർത്തു കൊടുക്കാൻ. കയ്യിന്റെ വിരലുകളെല്ലാം നഷ്ടപ്പെട്ടു, കാലിന്റെ വിരലുകൾ നഷ്ടപ്പെട്ടു, കാലും കയ്യുമൊക്കെ 4 ഭാഗത്തായി, കാലും കയ്യും തന്നെ മണ്ണായി പോയി. ഇനി ഈ സെല്ലുകളെല്ലാം രണ്ടാമത് ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് കഴിയില്ല എന്ന് നമ്മളങ്ങനെ പുനരെഴുന്നേൽപ്പിക്കുകയില്ല എന്നാരെങ്കിലും വിചാരിച്ചോ? എന്താ അവരുടെ പ്രശ്നം? ഓരോ മനുഷ്യന്റെയും അവയവങ്ങൾക്ക് മാറ്റമുണ്ട്. ഓരോ മനുഷ്യന്റെയും അവയവങ്ങൾക്ക് മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞു, എല്ലാവരുടെയും മൂക്ക് ഒരേ രീതിയിലല്ല. ഈ ഇരിക്കുന്ന മനുഷ്യരുടെ ഓരോരുത്തരുടെയും മൂക്കിന് മാറ്റമുണ്ടാകും, നാക്കിന് മാറ്റമുണ്ട്, കൈക്ക് മാറ്റമുണ്ട്. കൈയിന്റെ ഉൾഭാഗം പരിശോധിച്ചാൽ അതിന് മാറ്റമുണ്ടാകും. അതുപോലെ തന്നെ കൈയിന്റെ ഷേപ്പ്, കാലിന്റെ ഷേപ്പ്, ഇതിലൊക്കെ വ്യത്യാസമുണ്ട്. ഈ വൈവിധ്യങ്ങളുടെ സങ്കീർണതകളൊന്നും പിഴക്കാതെ രണ്ടാമത് എങ്ങനെയാണ് ഇതിനെയൊക്കെ അതേ സ്ഥാനത്തേക്ക് തന്നെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുക? ഇതാണ് മനുഷ്യന്റെ പ്രധാന ചോദ്യം.
അവിടെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, അങ്ങനെ നിങ്ങൾക്ക് ധാരണയുണ്ടോ? എന്നാൽ വൈവിധ്യങ്ങൾ രണ്ടാമത് എങ്ങനെയാണ് അത് നഷ്ടപ്പെടാതെ തിരിച്ചു സൃഷ്ടിക്കുക എന്നതല്ലേ വിഷയം. എന്നാ കേട്ടോ, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ. സൂറത്തുൽ ഖിയാമ, ആ സൂറത്തുൽ ഖിയാമയുടെ 3-4 വചനങ്ങളാ ഞാൻ ഓതിയത്. ബലാ, അതെ, ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും ഈ വൈവിധ്യങ്ങളുടെ സങ്കീർണത മുഴുവനും പിഴക്കാതെ രണ്ടാമത് ഞാൻ ഒരുമിച്ച് കൂട്ടും. എന്നാൽ നിങ്ങൾക്ക് സങ്കീർണമായ ഈ വൈവിധ്യമാണ് അത്ഭുതമായി തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും വലിയ സങ്കീർണമായ വൈവിധ്യം അത് കുടികൊള്ളുന്നത് എവിടെയാണ്? ഒരാളുടേതു മറ്റൊരാളുടേതുപോലെ ഒരിക്കലുമാവാത്ത ഒരവയവമുണ്ട്. അതുപോലും ഞാൻ അങ്ങനെ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതിന്റെ വൈവിധ്യത്തിലാണ് സങ്കീർണത കുടികൊള്ളുന്നത്. അതാ അല്ലാഹ് പറയുന്നത്, ബലാതെ ഞാൻ എഴുന്നേൽപ്പിക്കും ഖാദിരീന, എനിക്കതൊരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവരാണ് നമ്മൾ. അലാ അൻ നുസവ്വിയ ബനാനാ, ആ മനുഷ്യന്റെ വിരൽ തലപ്പടക്കം നേരെയാക്കാൻ എനിക്ക് കഴിയും. കണ്ടാ, വിരൽ തലപ്പടക്കം നേരെയാക്കാൻ എനിക്ക് കഴിയും. ബനാൻ എന്ന് പറഞ്ഞാൽ വിരൽ തലപ്പാണ്. ഒരൊറ്റ മനുഷ്യന്റെയും വിരല് മറ്റൊരു മനുഷ്യന്റെ വിരല് പോലെയല്ല. അതുകൊണ്ടാണ് നമ്മൾ തമ്പിങ് എടുക്കുന്നതല്ലേ. നിങ്ങൾ കയ്യൊപ്പിട്ടാൽ പിന്നെ അതിൽ മാറാല്ല. നേരെ മറിച്ച് നേരെ എഴുതി ഒപ്പിടുകയാണെങ്കിൽ അത് പ്രശ്ന. നേരെ മറിച്ച് വിരലടയാളം വെച്ചാൽ പിന്നെ മാറാനില്ല. കാരണം ഓരോ മനുഷ്യന്റെയും വിരലുകൾ വ്യത്യസ്തമാണ്. അപ്പൊ അള്ളാഹു പറയാണ്, നാളെ പുനരുത്ഥാനം നൽകുമ്പോ അലാ അൻ നുസവ്വിയ ബനാന, അവന്റെ വിരൽ തലപ്പടക്കം നേരെയാക്കിയെടുക്കാൻ കഴിവുള്ളവരാണ് നമ്മള്. എന്താ മനുഷ്യൻ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ ആലോചിക്കണം. ഇതൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് വിരലറ്റത്തിന്റെ സങ്കീർണത കണ്ടെത്തുന്നതിന്റെ മുമ്പാ. ഇപ്പൊ നമുക്കിതൊക്കെ ഉൾക്കൊള്ളാൻ എന്തൊരു സുഖമുണ്ടല്ലേ. എന്തിനാ അള്ളാഹ് വിരൽ തലപ്പ് തന്നെ പറഞ്ഞത്? ഇന്നലത്തെ പത്രത്തിൽ തന്നെ ATM കാർഡ് ഉപയോഗിക്കാതെ ബാങ്കിൽ നിന്ന് വിരലടയാളം കൊണ്ട് നിരക്ഷരർക്ക് വരെ കാശ് വലിക്കാനുള്ള സൗകര്യം മൂന്നാറിൽ ആദ്യമായി ആരംഭിച്ചു എന്ന് പറഞ്ഞു. ബയോമെട്രിക് ATM സംവിധാനം ഇന്നലെ ആരംഭിച്ചു എന്ന് ഇന്നലത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. മറ്റുള്ളവരുടെ കാശ് വളരെ തന്ത്രപരമായി മറ്റുള്ളവർ ചോർത്തിയെടുക്കുന്നത് പോയി. കാരണം വിരലടയാളം കൊണ്ടേ കിട്ടുമെങ്കിൽ ഒരാളുടെ വിരലടയാളം ഈ ലോകത്ത് മറ്റൊരാൾക്കുമില്ല. ഉറപ്പുവരുത്താൻ വേണ്ടി ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ. ലോകം എത്ര പുരോഗമിച്ചാലും നമുക്ക് ഖുർആൻ ഓതാൻ എത്ര ഭംഗിയുണ്ട്. അള്ളാഹുവിന്റെ വചനങ്ങളിലുള്ള ഈമാൻ അങ്ങനെ വർദ്ധിച്ചു വരികയല്ലേ. അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. കേവലം കേൾക്കുക, പറയാ, അത് ആസ്വദിക്കുക എന്നതിലപ്പുറം നമ്മുടെ പ്രവൃത്തി പദത്തില് ചിട്ടയൊത്ത ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാവട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. കണ്ടോ നിങ്ങൾ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ മനുഷ്യന്റെയും ശരീരത്തിൽ ഘടിപ്പിച്ച ഐഡന്റിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണിത്. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാം, നിങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് ഒരു വിരലടയാളം വെച്ചു. ആ വിരലടയാളം പരലോകത്തേക്ക് കൊണ്ടുപോയി എന്ന് വെച്ചോ. ഇത് ഞാൻ സാങ്കല്പികമായി പറയാൻ, ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. അങ്ങനെ നിങ്ങൾ രണ്ടാമത് പുനരെഴുന്നേറ്റതിന്റെ ശേഷം അപ്പോഴും പഴയ ആ വിരലടയാളം, വിരലൊപ്പ് ആ കടലാസിനൊന്നും പറ്റാതെ കിടക്കുന്നുണ്ടെങ്കിൽ, അതാ ഞാൻ പറഞ്ഞത് ഇത് സാങ്കല്പികമാണ്, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു രണ്ടാമത് പുനരുത്ഥാനം തന്നിട്ട് വീണ്ടും ഒരു വിരലടയാളം വെച്ചാൽ ആദ്യത്തെ വിരലടയാളവും രണ്ടാമത്തെ വിരലടയാളവും രണ്ടും വെരി കറക്റ്റ് ആയിരിക്കും, രണ്ടും സെയിം ആയിരിക്കും, ഒരനക്കം പിഴക്കില്ല. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ. കണ്ടോ, നോവല് വായിക്കുന്ന മെന്റാലിറ്റി അല്ല ഇത് കേൾക്കുമ്പോൾ വേണ്ടത്. ഇത് അള്ളാന്റെ കലാമാ, ഉറപ്പാണല്ലോ. അത് പടച്ചോൻ പറഞ്ഞതാണെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. നമുക്ക് മാറണ്ടേ? ആലോചിച്ചു നോക്കണം നിങ്ങള്. അപ്പൊ ഈ ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും വരാനുള്ളതാണ്. അപ്പൊ അന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് എല്ലാ പോക്കിരികളും അള്ളാഹുവിന്റെ മുമ്പില് അതാ തലയും താഴ്ത്തി പിടിച്ച് നിൽക്കുകയാണ്. കാരണം നേരെ ചൊവ്വേ നോക്കാൻ വയ്യ. പരലോകത്ത് വെച്ച് ദുനിയാവിൽ വെച്ച് നിഷേധിച്ചിരുന്ന കാര്യങ്ങളൊക്കെ കൺമുമ്പിൽ പച്ചയായി നൃത്തമാടുന്നു.
എന്നല്ല അവിടുന്ന് സംവാദം നടത്തി തോൽപ്പിച്ചവൻ ഇവിടെയുണ്ട്. ചോദിക്കില്ലേ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ നേതാവ് കലാനാഥൻ സാർ, അദ്ദേഹവും ഉണ്ടാകൂ എന്നവിടെ തലയും താഴ്ത്തി പിടിച്ചിങ്ങനെ നിൽക്കുന്നത് കാണാം. അള്ളാഹുവിന്റെ താക്കീതുകൾ ഉൾക്കൊള്ളാൻ കഴിയാതെ അതിനെയൊക്കെ ചെറിയ യുക്തി വെച്ച് തകർത്ത് പൊളിച്ചെഴുതിയവർ, അതിനെതിരെ ലേഖനം എഴുതിയവർ, അതിനെതിരെ പ്രസംഗിച്ചവർ, അതിനെതിരെ മുദ്രാവാക്യം മുഴക്കിയവർ, അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ കുലുങ്ങട്ടെ എന്ന് പറഞ്ഞവർ, ഇവരെ മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരലോകത്ത് കൊണ്ടുവരുന്നത് നാണക്കേടുകൊണ്ട് തലപൊക്കാൻ കഴിയാതെ നിൽക്കുന്ന ചിത്രമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊണ്ടുവരുന്നത് നാളെ പരലോകത്ത്. ശരിക്കാലോചിക്കാം. ഇതാണ് യുറഫുൽ മുജ്രിമൂന ബിസീമാഹും. അതേ ആശയം തന്നെ അല്ലാഹു സൂറത്തു സജദയിൽ പറയുന്നുണ്ട്. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം. നബിയെ, അന്ന് നിങ്ങൾ കുറ്റവാളികളെ കണ്ടാൽ ഇതിൽ മുജ്രിമൂന, അന്ന് കുറ്റവാളികൾ നാകിസൂ റൂസിഹിം, അവരവരുടെ തല താഴ്ത്തിപ്പിടിച്ചാ ഉണ്ടാവുക. നേരെ നോക്കാൻ വയ്യ, മാനക്കേട് കൊണ്ട് തലപൊക്കാൻ വയ്യ. ഇതുവരെ പറഞ്ഞതിനും എഴുതിയതിനും പ്രസംഗിച്ചതിനും ഒക്കെ എതിരാ അവിടെ വന്ന് കണ്ടു നോക്കുമ്പോ ഞാൻ വിചാരിച്ചതുപോലെയൊന്നുമല്ല സംഭവിച്ചത്. അതുകൊണ്ട് അതാ ശരിക്കിങ്ങനെ പളുങ്ങി ചുളുങ്ങി നിൽക്കുകയാണിവൻ. ഇനി പറയുന്നത് അവര് നീലക്കണ്ണന്മാരായിരിക്കും കുറ്റവാളികൾ. അല്ലാഹു ഖുർആനിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ. സൂറത്തു താഹ 102. വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ. അന്ന് നമ്മൾ കുറ്റവാളികളെ മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടും. വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ. നീലക്കണ്ണന്മാരായിട്ട്, പൂച്ചക്കണ്ണന്മാരായിട്ട് അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടും. നീലിമയായിരിക്കും അവരുടെ കണ്ണിനുണ്ടാവുക. അങ്ങനെ തുടങ്ങിയിട്ട് ഇനി വേറെ ഒരു ടീമിനെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നത്. അവരന്ധരാണ്, അവര് മൂകരാണ്, അവർ ബധിരരാണ്. എന്താണ് അതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് മുഖം കുത്തിയാ നടന്നും വരുന്നത്, കാലിലല്ല നടക്കുന്നത്. മുഖം കുത്തി കാല് മേലോട്ടാക്കിയിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. കണ്ണ് കാണുന്നുണ്ടോ? ഇല്ല. അനുഭവിക്കുന്ന വിഷമങ്ങളെ കുറിച്ച് പറയാൻ നാക്കനങ്ങുമോ? ഇല്ല. എന്നാൽ ആരെങ്കിലും മറ്റാരെങ്കിലും പറയുന്നത് കേട്ട് സമാധാനിക്കാൻ ചെവി കേൾക്കോ? അതുമില്ല. ഖുർആൻ പറയുന്ന സൂറത്തുൽ ഇസ്രാഇന്റെ 97-ാം വചനം, വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉംയൻ വബുക്മൻ വസുമ്മാ. അന്ന് ഖിയാമത്ത് നാളിൽ നാം അവരെ ഒരുമിച്ച് കൂട്ടുക. അലാ വുജൂഹിഹിം, അവരുടെ മുഖത്തിന്റെ മേൽ ഒരുമിച്ച് കൂട്ടുന്നവരുണ്ട്. ഉംയൻ വബുക്മൻ വസുമ്മാ, അന്ധരും മൂകരും ബധിരരുമായിട്ട് ഒരുമിച്ച് കൂട്ടും നമ്മൾ പരലോകത്ത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, തിരിച്ചറിയാൻ വേറെ അടയാളങ്ങൾ വേണോ? ഇങ്ങനെ ഒരു വിഭാഗമുണ്ടെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഈ ആയത്തോതിയപ്പോ ഇവര് ചോദിച്ചു, എന്താ നബിയെ കേൾക്കുന്നത്? കൈഫ യംശൂന അലാ വുജൂഹിഹിം. മനുഷ്യന്മാരെങ്ങനെയാണ് മുഖം കുത്തി നടക്കുക? മുഖം കുത്തി മനുഷ്യന് നടക്കാൻ കഴിയോ നബിയെ? കാലുകൊണ്ടല്ലേ മനുഷ്യൻ നടക്കുക? അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി, അലൈസല്ലദീ അംശാഹും അലാ അഖ്ദാമിഹിം ഖാദിറൻ അലാ അൻ യുംശിയഹും അലാ വുജൂഹിഹിം. അലൈസല്ലദീ അംശാഹും അലാ അഖ്ദാമിഹിം. അവരുടെ പാദങ്ങളുടെ മേലിൽ ആരാ അവരെ നടത്തിയത്? ആ ഒരുത്തൻ. അവരെ പാദങ്ങളുടെ മേൽ അവരെ നടത്തിയ ഒരുത്തനല്ലയോ? ഖാദിറൻ, കഴിവുള്ളവനല്ലേ? അലാ അൻ യുംശിയഹും അലാ വുജൂഹിഹിം. അവരുടെ മുഖം കുത്തി നടത്തിക്കാനും അവന് കഴിയൂലേ? അവൻ വിചാരിച്ചാൽ അങ്ങനെ വരുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പിന്നെ നരകത്തിലേക്ക് കൊണ്ടുവരുമ്പോഴേക്ക് അതാ വീണ്ടും ഈ അവയവങ്ങളൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കാനാണ് സാധ്യത. ബഹുമാനപ്പെട്ട അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, പരലോകത്തുള്ള ഒരു വിഷമമാണിത്. നരകത്തിലേക്ക് വരുമ്പോഴേക്ക് പിന്നെ ശിക്ഷയുടെ വിഷമവും കാഠിന്യവും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ ചെയ്യുന്നു. മഹ്ശറയിൽ കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ തേടുകയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യാൻ പറ്റുന്ന ഏരിയ ആയതുകൊണ്ട് അവിടെ അതെല്ലാം അവർക്ക് നിഷേധിച്ചു പോയി. ഇനി നമുക്ക് വായിക്കാം എത്ര കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ
ഒരുപാട് ലക്ഷണങ്ങൾ, 7ഓളം ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു. ആ ലക്ഷണങ്ങളെല്ലാം വെച്ച് യുറഫുൽ മുജ്രിമൂന ബിസിമാഹും, കുറ്റവാളികളെ അവരുടെ അടയാളങ്ങളെ കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. യുറഫുൽ മുജ്രിമൂന ബിസിമാഹും ഫയുഖദു ബിന്നവാസി വൽ അഖ്ദാം. അങ്ങനെ അവരെ അതാ പിടികൂടുകയാണ് അല്ലാഹു. എങ്ങനെ? ബിന്നവാസി വൽ അഖ്ദാം, അവരുടെ മൂർധാവിലെ കുടുമ, മൂർധാവിലുള്ള മുടിക്കാണ് നാസിയത്ത് എന്ന് പറയുന്നത്. കുടുമയും അതുപോലെ തന്നെ അവരുടെ കാലും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് അള്ളാഹു നരകത്തിലേക്ക് എറിയാൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് ഈ പിടുത്തമെന്നറിയോ നിങ്ങൾ? അങ്ങനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിശദമായി നമ്മളെ ഹിസാബൊക്കെ നടത്തിയതിന്റെ ശേഷം നിങ്ങളെ പിടിക്കുന്നത് ഫയുഖദു ബിന്നവാസി വൽ അഖ്ദാം എന്ന് പറഞ്ഞാൽ അവരുടെ മൂർധാവും അവരുടെ പാദങ്ങളും കൂടെ കൂട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞാൽ ചങ്ങലയിൽ കോർത്ത് കെട്ടിയിട്ടാണ് നരകത്തിലേക്ക് എറിയുന്നത്. ചങ്ങലയിൽ കോർത്ത് കെട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഈ പിടുത്തം പിടിക്കുമെന്ന് പറഞ്ഞത്. മലായികത്തിനോട് അല്ലാഹു പറയുമത്രേ, ഹിസാബൊക്കെ കഴിഞ്ഞ് ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തുഅദൂൻ, ഇതാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നരകം എന്ന് പറയുമ്പം അന്ന് നിങ്ങൾ കൊഞ്ഞനം കുത്തിയിരുന്ന എന്തു നരകം, എന്തു സ്വർഗം എന്നൊക്കെ ചോദിച്ചിരുന്നല്ലോ, ആ നരകമാണ് മോനെ ഈ വന്നിരിക്കുന്നത്, നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ കുറ്റവാളികളുടെ പ്രതികരണം, അവർ തിരിഞ്ഞോടാൻ ശ്രമിക്കുന്നു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരോട് അവരെ പറ്റി പറയുന്നു, പിടിയടാവരെ, പിടിച്ചിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയണം. അങ്ങനെ അതാ അല്ലാഹു ആട്ടിയോടിച്ച് വിട്ടതിന്റെ ശേഷം ആദ്യം മൂമിനീങ്ങൾക്ക് സ്വർഗപ്രവേശം നൽകുമ്പം ഇവരും കൂടെ തള്ളിക്കയറാൻ വരുമായിരുന്നു. അപ്പോൾ ആട്ടിയോടിച്ചു വിടും. അവർ പരസ്പരം കുറ്റവാളികൾ ഇവിടെ കമ്പനി ചേർന്നാണ് തെറ്റു ചെയ്തതെങ്കിൽ നാളെ പരലോകത്തും അതേ കമ്പനി ചേർന്ന് തന്നെ വിഷയത്തിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുമോ എന്ന് ചിന്തിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ അതാ മലക്കുകൾ വന്നിടപെടുകയാണ്. ഓ കുറ്റവാളികളെ, നിങ്ങൾ വേറിട്ട് നിൽക്കണം. ഇവിടെ അങ്ങനെ സ്വകാര്യ സംഭാഷണം നടത്തി നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെടാൻ നിങ്ങൾ കൂടിയാലോചിച്ച് രക്ഷപ്പെട്ടിരുന്നു. ദുനിയാവില് നടക്കൂല. ഇവിടെ കുറ്റം ചെയ്തവൻ മുഖം നോക്കാതെ ശിക്ഷിക്കപ്പെടും, അല്ലേ? ഇവിടെയോ, ഇവിടെ കുറ്റം ചെയ്തവൻ മുഖം നോക്കാതെ ശിക്ഷിക്കണം എന്ന് ഏതു പാർട്ടിക്കാരനാണോ തെറ്റ് ചെയ്തത് അവന്റെ നേതാവ് പിറ്റേന്ന് പ്രസ്താവന ഇറക്കും. ആ പ്രസ്താവന ഇറക്കിയ ഉടനെ തന്നെ തൊട്ടടുത്ത പ്രവർത്തകനെ വിളിച്ച്, ആ ഭാഗത്തുള്ള ലോക്കൽ പ്രവർത്തകനെ വിളിച്ച് ഇയാളെ രക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തോളണമെന്നാ പറയുന്നത്. അതാണ് അല്ലാഹു അങ്ങനെയല്ല, കൃത്യമായിട്ട് മുഖം നോക്കാതെ ശിക്ഷിക്കുക തന്നെയാണ്. അതിനു വേണ്ടിയാണ് ഇവനെ കയ്യും കാലും കൂട്ടിയിട്ട് അല്ലാഹു പിടിക്കുന്നത്. രക്ഷയില്ല. അങ്ങനെ ഇവനെ ആട്ടിയോടിക്കുമ്പോ ഒറ്റക്ക് ഇങ്ങനെ ചെന്നിട്ട് പടച്ചോനെ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സ്വല്ലൂ. ആഹാ, ഇപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് സലാമത്തായ തരക്കടില്ല എന്ന് ചിന്തിക്കുക. പിടിയടാവനെ, ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സ്വല്ലൂ, എന്നിട്ട് ചങ്ങലയിൽ തളച്ചിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയൂ. ആ ചങ്ങലയിൽ തളക്കാൻ വേണ്ടിയിട്ട് മലായിക്കത്ത് വന്ന് പിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ നിങ്ങൾ? സബാനിയാക്കളായ മലക്കുകൾ, അഥവാ കരുണ തൊട്ടു തീണ്ടാത്ത മലക്കുകൾ. തീരെ നമ്മൾ എത്ര ആർത്തിട്ടും വിളിച്ചിട്ടും കണ്ണീരൊലിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, അവർക്ക് ഒരു പൊറുതിയോടും ഉണ്ടാവില്ല. ഇതാണ് ഈ ടീമിന്റെ അവസ്ഥ. അതിനുവേണ്ടി അള്ളാഹു ഏൽപ്പിച്ചവരാ. അപ്പൊ അവരത് നടപ്പിലാക്കും. എങ്ങനെയാ പിടിക്കുക? ഫയുഖദു ബിന്നവാസി വൽ അഖ്ദാം എന്ന് പറഞ്ഞാൽ മോഡലിൽ ഇങ്ങോട്ട് വളക്കും. നമ്മളെ തലയും കാലും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് വരണമെങ്കിൽ തലക്കൊരു കെട്ടിടുക. കാല് കെട്ടിയിട്ട് ആ കയറ് കാലിൽ ഇങ്ങോട്ട് കോർത്തിട്ട് ഇങ്ങോട്ട് വലിച്ചാൽ മോഡലിൽ വളഞ്ഞിങ്ങോട്ട് ഒരു മനുഷ്യൻ. അതെങ്ങോട്ട്? മുന്നോട്ടല്ല വളക്കുക, ബാക്കോട്ടാണ് എന്നാ. അതും കൂടെ മനസ്സിലാക്കണം.
ബാക്കോട്ടാ വളക്കുക, മുന്നോട്ടാണെങ്കിൽ വളയുമായിരുന്നു. ബാക്കോട്ട് വളക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ വെറുതെ പറയല്ല. ബഹുമാനപ്പെട്ട അബൂ സഊദ് റളിയല്ലാഹു അൻഹു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് കാണാം. വയുജ്മഉ ബൈന നവാസിഹിം വഅഖ്ദാമിഹിം ഫീ സിൽസിലത്തിൻ മിൻ വറാഇ ദുഹൂരിഹിം. അവരുടെ പിൻഭാഗത്തേക്കൊരു ചങ്ങലയിട്ട് കാലും തലയും ഒരുമിച്ചൊരു ഭാഗത്തേക്ക് കൊണ്ട് വരുന്നത് പോലെ അങ്ങോട്ട് വളക്കുന്നു. അപ്പൊ ടാ മോഡലിൽ ഒരു സാധനം അത് ചങ്ങലയിലേക്ക് അങ്ങോട്ട് കോർക്കുക. എന്നിട്ട് അടുത്ത ആളെയും ഈ ചങ്ങലയിലേക്ക് കോർത്ത് കെട്ടിയിട്ട് ഈ ചങ്ങലയിലേക്ക് ഇങ്ങോട്ട് എടുത്തിടും. ഈ കോർത്ത് കെട്ടി മാലയായിട്ട് നരകത്തിലേക്ക് എറിയാൻ പോകുന്ന ഈ ചങ്ങലയുടെ നീളം എത്രയാ? സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ. 70 മുഴം നീളമുള്ള ചങ്ങലയിൽ നിങ്ങൾ കോർത്ത് കെട്ടി എറിയണം എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാൻ. ആ മുഴം സാധാരണ മുഴാണോ? അതുപോലെ തന്നെ 70 മുഴമുള്ള ചങ്ങലകൾ ധാരാളം ഉണ്ടായിക്കൂടെ? അങ്ങനെയൊക്കെ മഹാന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതെന്തോ ആവട്ടെ, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്ത് നിങ്ങളുടെ സലാമത്തിനെ കുറിച്ച് ചിന്തിക്കാൻ മറന്നു പോകണ്ട. അങ്ങനെ ഉണ്ട്. പരലോകം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ശരിക്കും ബോധ്യപ്പെടൂല. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ എങ്ങനെ ഉണ്ടാവുമോ എന്ന് ഇങ്ങനെ ചിന്തിച്ചാൽ പരലോകത്തെ തൊട്ട് സലാമത്ത് ചോദിക്കാൻ നിങ്ങൾ മറന്നുപോകും. ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത് അതാണ്. കാരണം അതൊക്കെ അള്ള പറഞ്ഞത് അതൊക്കെ ആ നേരത്തുണ്ടാവും. ഞാൻ എൻ്റെ തടി സലാമത്താകുമോ നോക്കട്ടെ എന്ന് ചിന്തിക്കലാ ബുദ്ധി. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. അതുകൊണ്ട് സലാമത്ത് കിട്ടുമോ എന്ന് ചിന്തിക്കാം. പടച്ചോനെ, ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങൾ, അള്ളാഹുവെ, ഇന്നലെയും മിനിയാതൊന്നും ഇരുന്നത് പോലെയല്ല, ശക്തമായ പേടിയിലാണ് ഇരിക്കുന്നത്. കാരണം ഇതാരാൻ്റെ കഥയല്ല, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വരാനുള്ള കഥയാണ്. പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് വല്ലാത്ത ഭയമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരും ഉമ്മമാരും ഒക്കെ ഉണ്ട്. റബ്ബേ, ഞങ്ങൾ നിന്നോട് ധാരാളം അരുതായ്മകൾ ചെയ്തവരാണ്. റബ്ബേ, ഒരിക്കലും നിനക്ക് പുറത്തു തരാൻ പറ്റാത്ത തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. പക്ഷേ ഞങ്ങളോട് നീ പൊറുക്കണേ റഹ്മാനെ, ഞങ്ങളോട് നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങൾ ഉസ്താദുമാരോട് പൊറുക്കണേ റഹ്മാനെ, മാതാപിതാക്കളോട് പൊറുക്കണേ റഹ്മാനെ, ബന്ധപ്പെട്ടവരോടൊക്കെയും നീ പൊറുക്കണേ റഹ്മാനെ. ഫയുഖദു ബിന്നവാസി വല്ലഖ്ദാം. അവരെ കുടുമയും പാദവും കൂടി ഒരുമിച്ച് പിടിക്കും. എന്നിട്ട് അതാ കോർത്ത് കെട്ടിയിട്ട് നരകങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നു നരകത്തിലേക്ക് ഇടുകയാണ്. അതിന്റെ മുമ്പ് അവരോട് പറയാണ്, ആദിഹി ജഹന്നമുല്ലതീ യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. നിങ്ങളെപ്പോലത്തെ കുറ്റവാളികൾക്ക് ഈ നരകമൊക്കെ പറയുമ്പോൾ ഒരു കൊഞ്ഞനം കുത്തലല്ലായിരുന്നടാ ദുനിയാവെന്ന്. എങ്ങനെ ഉണ്ടാകും അതിങ്ങനെ കേൾക്കുമ്പോൾ? ചെറുപ്പക്കാരെ നല്ലോണം ഓർത്തോ, നിങ്ങൾ നെരിയാണിയുടെ താഴോട്ട് പാൻസ് ഉടുക്കരുത്. ഞാൻ പല സീഡികളിലും ഗൗരവപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. 80-ലധികം ഹദീസുകളിൽ അള്ളാഹുവിൻ്റെ റസൂല് വിമർശിച്ചതാ. ഇത് പറയുമ്പോൾ എന്താ ഈ മുസ്ലിയാർ പറയുന്നത്? ബറാഅത്ത് രാവിൽ പോലും അള്ളാഹ് തെറ്റു പൊറുക്കാത്ത ടീമാണ്. നെരിയാണിയുടെ താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നവനെന്ന് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നമ്മുടെ പാൻസിന്റെ നീളൊന്ന് കുറച്ചുകൂടെ, മാപ്പിളാരുടെ ഒരു സംസ്കാരം നമുക്ക് വളർത്തിയെടുത്തുകൂടെ? ചെറുപ്പക്കാരെ, ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? എന്നിട്ട് ആ പാൻസിന്റെ അടിഭാഗം മുഴുവനും നജസായി, പള്ളിയിൽ കയറിയാൽ പള്ളി മുഴുവനും നജസാക്കി, നിസ്കാരം ഈ നജസായ വസ്ത്രം ഉടുത്ത് നിസ്കരിച്ചാൽ സ്വീകരിക്കില്ല. എന്നാൽ ഈ പാൻസ് വളരെ പൊക്കിളിൻ്റെ ഒക്കെ എത്രയോ താഴെയാണ് പാൻസ് കിടക്കുന്നത്. എന്നാൽ മുകളിൽ നിന്നൊരു കുപ്പായമുണ്ട്. കുപ്പായം കൊണ്ട് മറഞ്ഞിട്ട് കാര്യമില്ല, അത് പരിഗണിക്കില്ല. എന്നാൽ ആ കുപ്പായം മറയാൻ മാത്രമുണ്ടോ? അതുമില്ല. ഈ പാൻസിന് കണക്കാക്കിയ അടുപ്പിക്കുന്നത് ഒരു മുറിയൻ കുപ്പായം. ഇടയ്ക്കിടെ അതിൻ്റെ 2 അറ്റങ്ങളും പിടിച്ചിട്ട് ഇങ്ങനെ നീട്ടി വലിച്ചിറക്കും. നേരത്തെ നീളം വേണ്ടേ ഇറങ്ങണമെങ്കിൽ? ഞാൻ പറയുന്നത്, നാളെ പരലോകം ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും വരാനുള്ള കഥയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ പാൻസ് ഇങ്ങോട്ടും കുപ്പായ അങ്ങോട്ടും പോകുന്നത് ബാക്കിൽ ഒരാളെ നോക്കാൻ ഏൽപ്പിച്ചാൽ കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരം സാധുവാകണ്ടേ? അതുകൊണ്ട് തീർച്ചയായും ഞാൻ പറയുന്നു, പാൻസ് ഒരു നല്ല ഡ്രസ്സാണ്. പക്ഷേ അത് മര്യാദക്കാവണം. മര്യാദക്കല്ലെങ്കിൽ വലിയ അപകടമുണ്ടാക്കും എന്ന കാര്യവും കൂടെ. ഇനി അത് മാത്രമാണോ? എത്രയെത്ര മുതലാളിമാര്, മുണ്ടുടുക്കുന്നവർ, തുണിയെടുക്കുന്നവർ തന്നെ, അവർ തുണി അങ്ങോട്ട് അഴിച്ചിട്ടാൽ 1/2 മീറ്റർ തറയിൽ, മാർബിളിട്ട തറയിൽ വിരിഞ്ഞിങ്ങനെ കിടക്കണം. റോട്ടിൽ ചാണകവും കഫവും മലവും മൂത്രവും ഒക്കെ ഉള്ള റോട്ടിൽ അതിങ്ങനെ വിരിഞ്ഞു കിടക്കണം. അത് കുറച്ച് പൊക്കിയെടുത്താൽ അവനൊരു മൊല്ലാക്കയാണെന്ന ധാരണയാണ്.
താഴ്ത്തിയിട്ടാൽ ആള് മുതലാളിയായി. ദാ മ്ലാനത തളം കെട്ടി നിൽക്കും മുഖത്ത്, കറുകറുന്നനെ കറുത്ത മുഖവുമായി വരേണ്ടി വരും, അന്ധരും മൂകരുമായി വരേണ്ടി വരും. നല്ലോണം ഓർത്തോ, നാളെ പടച്ച റബ്ബിന്റെ സന്നിധാനത്തിൽ എഴുന്നേറ്റു നിൽക്കണമെന്ന ബോധമുണ്ടെങ്കിൽ മുതലാളിമാരോട് ഞാൻ പറയുന്നു, പാൻസും തുണിയും ഇറക്കിയിട്ടല്ല. ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, പരിഷ്കാരത്തിന്റെ പേരിൽ പാൻസിന്റെ നീളം കൂടണ്ട. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ശ്രദ്ധിച്ചോ, ബോഡി ഷേപ്പ് പർദ്ദ ധരിച്ച് നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ എടുത്തു കാണിക്കുന്ന അവസ്ഥ വേണ്ട. അത് ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ കുറച്ച് പരാമർശിക്കാം. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഒരൽപ്പം ഭയപ്പെട്ടില്ലെങ്കിൽ സംഗതി ഗൗരവമാണ്. ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും വരാനുള്ള കഥയാണെന്ന് ആലോചിക്കുക. നാളെ നരകത്തിലേക്ക് അതാ പച്ചയായി നമ്മളെ എറിയുന്നു. നിങ്ങളെപ്പോലത്തെ കുറ്റവാളികൾ കളവാക്കിയിരുന്ന നരകമാണിത്. ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഒരു പ്രയാസമായിരുന്നു. എന്നാൽ ഇതാ ഇന്നാ നരകം നിങ്ങളുടെ മുമ്പിൽ പല്ലിളിച്ചു നിൽക്കുന്നു. നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ കഴിയോ? ഹാദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. ഇങ്ങനെ കുറ്റവാളികളോട് പറയും. ഫബിയതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. പടച്ചോനെ, യതൂഫൂന ബൈനഹാ, എന്നിട്ട് ആ നരകാവകാശികൾ യതൂഫൂന ബൈനഹാ, ഈ നരകത്തീയിന്റെയും വബൈന ഹമീമിൻ ആൻ, തിളച്ചുമറിയുന്ന നരകാവകാശികളുടെ ചുടുജലത്തിന്റെയും ഇടയിൽ അവരങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. ഈ നരകത്തിന്റെയും തിളച്ചുമറിയുന്ന ചുടുജലത്തിന്റെയും ഇടയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ നരകത്തിലിട്ട് ഇങ്ങനെ കത്തിക്കുമ്പോ ഈ മനുഷ്യൻ വെള്ളം ചോദിക്കും, പടച്ചോനെ എന്തൊരു കഷ്ടപ്പാടിലാ നീ എന്നെ കൊണ്ടുവന്നിട്ടത്, സഹിക്കാൻ വയ്യ അല്ലാ, ഒരു മുറുക്ക് വെള്ളം തരുമോ? അല്ലാഹ് പറയുന്നത്, അവര് വെള്ളം ചോദിക്കുകയാണെങ്കിൽ, അവര് സഹായം ചോദിച്ചാൽ, സൂറത്തുൽ കഹ്ഫിന്റെ 29-ാം വചനം, അവർ വെള്ളം ചോദിച്ചാൽ യുഗാസു, അവർക്ക് സഹായിക്കപ്പെടും. ബിമാഇൻ, വെള്ളം കൊണ്ട് സഹായിക്കപ്പെടും. എന്താണ് ആ വെള്ളത്തിന്റെ സ്വഭാവം? ബിമാഇൻ കൽ മുഹ്ലി യശ്വിൽ വുജൂഹ്, മുഖങ്ങളെ വികൃതമാക്കുന്ന ടാറുരുക്കിയതുപോലെയുള്ള ഒരു വെള്ളം അവർക്ക് കൊടുക്കും. കുടിയട എന്ന് പറയും. ഇതേതാ? നരകാവകാശികളുടെ ശരീരത്തിൽ നിന്ന് അപ്പോഴേക്ക് പൊട്ടിയൊലിച്ച ആ ചലം, ആ ചീഞ്ചലം നരകത്തിൽ ഇങ്ങനെ മറിയുന്നുണ്ട്. അത് കോരിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെന്നാ, കുടിച്ചോ. സുബ്ഹാനല്ലാഹ്, തീയ് സഹിക്കാൻ കഴിയാത്തപ്പം വെള്ളം താ എന്ന് പറയുമ്പം കൊടുക്കുന്നത് ചുടുജലം. വേണ്ട വേണ്ട, എനിക്കിതൊരിക്കലും കുടിക്കാൻ പറ്റില്ല, എനിക്ക് തീയിലേക്ക് തന്നെ പോകാം. തിരിച്ച് തീയിൽ വരുന്നു. തീയ് സഹിക്കാൻ കഴിയാതെ പിന്നെയും വെള്ളത്തിലേക്ക് തന്നെ പോകുന്നു. ഇനി കിട്ടുന്നതെങ്കിലും തണുപ്പുണ്ടാകോ എന്ന് കരുതി പിന്നെയും ശക്തമായ ചൂട് തന്നെയാണ്. അവിടെ നിന്ന് തീയിലേക്ക്, തീയിൽ നിന്ന് വെള്ളത്തിലേക്ക്, വെള്ളത്തിൽ നിന്ന് തീയിലേക്ക്, തീയിൽ നിന്ന് വെള്ളത്തിലേക്ക്, ഇങ്ങനെ ഇവൻ അലക്ഷ്യമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഓടിക്കൊണ്ടിരിക്കുന്ന, ആലോചിച്ചു നോക്കൂ കുറ്റവാളികളുടെ സങ്കേതത്തിന്റെ കടുപ്പം എത്രയാണ്. യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. ചുട്ടുപൊള്ളുന്ന വെള്ളം. ആദ്യം പറഞ്ഞത് നരകത്തെക്കുറിച്ചാ. ആ നരകത്തെക്കുറിച്ച് പറയുമ്പോ നമുക്ക് ആദ്യം ചർച്ച ചെയ്യേണ്ടത് നരകത്തിന്റെ, ഈ നരകം എന്ന് പറഞ്ഞല്ലോ, ആ നരകാഗ്നിയുടെ ചൂടിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എത്രയാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അതിന്റെ കടുപ്പം. ദാ പറയുന്നു, ഇൻതലിഖൂ ഇലാ ദില്ലിൻ ദീ സലാസി ശുഅബ് ലാ ദലീലിൻ വലാ യുഗ്നീ മിനൽ ലഹബ്. തീജ്വാലകൾ ശപിക്കാത്ത നരകത്തിലേക്ക് പോകാൻ വേണ്ടി പറയാൻ. അതിന്റെ മുമ്പോട്ടുള്ള വചനങ്ങളൊക്കെ അർത്ഥം വെക്കുമ്പോഴേക്ക് സമയം വൈകും. വിശദമായിട്ട് ഞാൻ സൂറത്തുൽ വാഖിയയുടെ സീഡികളിൽ പറഞ്ഞിട്ടുണ്ട് ഗൗരവപൂർവം. ഇവിടെ പറയുന്നത് ഈ വിഷയം തലക്കു പിടിക്കാനാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഇന്നഹാ, ആ തീജ്വാലകൾ, തർമീ, അത് മേലോട്ട് തുപ്പിക്കൊണ്ടിരിക്കുന്നു, എറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ബിശറരിൻ, പാറിപ്പോകുന്ന തീപ്പൊരികൾ. ആ തീപ്പൊരികളുടെ ഉയരം എത്രയാണ്? കൽ ഖസർ, കൊട്ടാര സമാനമായ തീപ്പൊരികൾ മേലോട്ട് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു.